ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഗീതു ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് വിനോദിന് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് വിനോദ് ഇങ്ങനെ മാറിയത്, ഒന്നും അവൾക്ക് മനസ്സിലാവണില്ല. പക്ഷേ വിനോദാണെങ്കിൽ അവളെ കാണുമ്പോൾ നല്ല രീതിക്ക് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒന്നും ഗീതുവിന് മനസ്സിലാവണില്ല, എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഒന്നും തന്നെ ഗീതുവിന് മനസ്സിലാവുന്നില്ല. ഗീതു എന്നിട്ട് ആലോചിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ, എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഓരോന്നും ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷേ എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല, എനിക്ക് എന്ത് പറ്റി, എന്താണ് എനിക്ക് സംഭവിച്ചതെന്നൊക്കെ ഗീത അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മാർഗഴി ഇങ്ങനെ ഗോവിന്ദനെ വിളിച്ചിട്ട് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. മിക്കവാറും നമ്മുടെ ഭാസ്കരൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, ഭാസ്കരൻ അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കണം. മാർഗഴി ആണെങ്കിൽ ഒരു വെൽവിഷർ എന്നുള്ള പോലെയാണ് കേട്ടോ ഗോവിന്ദനോട് സംസാരിക്കുന്നത്. ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വെൽവിഷറാണ്, എനിക്ക് നിങ്ങളുടെ നല്ലത് കാണാനാണ് ആഗ്രഹം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മാർഗഴി അവനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ മാർഗഴി ഗോവിന്ദനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗോവിന്ദാണെങ്കിലും നമ്മുടെ ഗീതുവിനോട് പറയുന്നുണ്ട്, ഗീതു ആരോ എന്നെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരാന്ന് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതാരെങ്കിലും പറ്റിക്കാനായിരിക്കും. പറ്റിക്കാനൊന്നുമല്ല, ഇതൊരു പെണ്ണിൻ്റെ ശബ്ദമാണ്, എനിക്കറിയാം ഇത് ആരോ ആണ്, കാര്യമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നാളത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നമുക്ക് കണ്ടറിഞ്ഞ് കാണാം നമ്മുടെ മാർഗഴിക്ക് ഗോവിന്ദിനെയും ഗീതുവിനെയും സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഇങ്ങനത്തെ ഗീതാ ഗോവിന്ദൻ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.